അപ്പൊ ഗൈസ് നമ്മൾ വണ്ടി അസംബിൾ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതാണ് ബാക്കത്തെ ടയർ, കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ടയർ. പിന്നെ ഇത് ഫ്രണ്ടത്തെ ടയറുമാണ്. ആദ്യം ഒരു വാഷർ ഇട്ടാണ്ട് ടയർ നേരെ കയറ്റി വെക്കുക. എന്നിട്ട് ഒരു വാഷറും പിന്നെ നെറ്റും ഇട്ടുകാണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. പിന്നെ ബാക്കത്തെ ടയർ വരുമ്പോൾ അത് ജസ്റ്റ് നേരെ മോട്ടറിലോട്ട് അലൈൻ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ ടൈറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഒരു വാഷറും നെറ്റിട്ടാണ് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ഈ കപ്പ് വെച്ചാണ്ട് അടക്കാം. പിന്നെ ഇത് ഫ്രണ്ടിലെ ബമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം പിന്നെ കണക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു വയർ, എക്സ്ട്രാ വരുന്ന വയർ ഫുള്ള് കയറ്റി കൊടുത്തതിന് ശേഷം ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് ഇവിടെ നമ്മൾ സ്ക്രൂ ഇടണം, ഈ രണ്ട് സൈഡിലായിട്ട്. പിന്നെ ഫ്രണ്ടിൽ രണ്ട് ഇത് വരുന്നുണ്ട്. ഇവിടെയും ടോട്ടൽ 4 സ്ക്രൂ ഇടാനുണ്ടാവും. അത് കഴിഞ്ഞാൽ അതിന്റെ ജോലി കഴിഞ്ഞു. പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അപ്പൊ അത് ഇറങ്ങി നിന്നോളും. പിന്നെ ഇത് ഫ്രണ്ടിലെ ഗ്ലാസ്സിന് വരുന്നതാണ്. ഇത് ഈ കണക്ഷൻ കൊടുത്താണ്ട് എക്സ്ട്രാ വരുന്ന വയർ ഉള്ളിലോട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലോക്ക് ആയിക്കോളും. നന്നായിട്ട് പ്രസ് ചെയ്യുക, അപ്പൊ ലോക്ക് ആയിക്കോളും. അപ്പൊ നമ്മൾ ഏകദേശം വർക്ക് തീർന്നിട്ടുണ്ട്. ഇനി സീറ്റ്, ഈ സീറ്റിന്റെ ബാക്കിൽ ഒരു ലോക്ക് വരുന്നുണ്ട്. അത് ബോഡിയിലോട്ട് ആ ഹോളിലോട്ട് ഇറക്കി കൊടുക്കുക. ഈ രണ്ട് ലോക്കും ഇറക്കി കൊടുത്തതിന്റെ ശേഷം ഒന്ന് ബാക്കോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിലായിട്ട് രണ്ട് സ്ക്രൂ നമുക്ക് കൊടുക്കാൻ പറ്റും, അവിടെയും ഇവിടെ ആയിട്ട്. പിന്നെ ഇത് മിറർ ജസ്റ്റ് ഇറക്കി കൊടുത്താൽ മതി, ലോക്ക് ആയിക്കോളും. അപ്പൊ നമ്മൾ ഈ ഇത് സ്റ്റാറിങ് കൊടുക്കുന്നതിന് മുന്നേ ആ വൈറ്റ് ടാഗ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യേണ്ടതുണ്ട്. ആ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ കണക്ഷൻ കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന വയർ അതും ഉള്ളിലോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കട്ടായി പോകും. എന്നിട്ട് സ്റ്റാറിങ് കറക്റ്റ് ഈ ബോട്ടം ഭാഗത്തോട്ട് വരുന്ന രീതിയിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ആ ലോക്ക് കുടുങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഇത് ചാർജറാണ്. ചാർജർ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പിന്ന് തന്നെ പിടിച്ചാണ്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പാരന്റ്സ് തന്നെ ഡീൽ ചെയ്യുന്നതാണ് നല്ലത്. അവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. കുത്തുമ്പോഴും എടുക്കുമ്പോഴും പിന്ന് പിടിച്ചാണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളെ അസംബ്ലിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.